സ്ത്രീകൾ പറയാൻ മടിക്കുന്നതും എന്നാൽ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നതുമായിട്ടുള്ള ഒരു പ്രധാന പ്രശ്നമാണ് വെള്ളപ്പോക്ക് അഥവാ ല്യൂക്കോറിയ. ഹായ്, ഞാൻ ഡോക്ടർ അനു ജോസ്. ഞാൻ ആയുർവേദ ഗൈനക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. സ്ത്രീകൾ പറയാൻ മടിക്കുന്നതും എന്നാൽ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നതുമായിട്ടുള്ള ഒരു പ്രധാന പ്രശ്നമാണ് വെള്ളപ്പോക്ക് അഥവാ ല്യൂക്കോറിയ. ഇതിന് അസ്ഥിയുരുക്കം എന്നൊരു പേരും കൂടിയുണ്ട്. പക്ഷേ ഇത് അസ്ഥിയുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. നോർമലി ഒരു ഫിസിയോളജിക്കൽ പ്രോസസ്സായിട്ട് വെള്ളപ്പോക്ക് അല്ലെങ്കിൽ ല്യൂക്കോറിയ സ്ത്രീകൾ കാണാറുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗർഭാശയം അല്ലെങ്കിൽ യൂട്രസ്, സർവിക്സ് അല്ലെങ്കിൽ വജൈന എന്നിവിടങ്ങളിൽ നിന്നൊക്കെ നോർമലി നമ്മുടെ ശരീരത്തിൽ വെള്ളപ്പോക്ക് ഉണ്ടാകാറുണ്ട്. വെച്ചാൽ അവിടുത്തെ ഗ്രന്ഥികളിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ചില സ്രാവങ്ങളാണ് ഈ വെള്ളപ്പോക്കായിട്ട് കാണപ്പെടുന്നത്. ഇതിനെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഈ തരത്തിലുള്ള വെള്ളപ്പോക്കിന് യാതൊരു വിധത്തിലുള്ള സ്മെല്ലുണ്ടാവില്ല, അല്ലെങ്കിൽ ചൊറിച്ചിലുണ്ടാവില്ല, പിന്നെ വേറെ ഒരു ബുദ്ധിമുട്ടും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നില്ല. ഇത് നോർമലി നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. എന്നാൽ ഇതിൽ നിന്നൊക്കെ വിപരീതമായിട്ട് ഭയങ്കരമായി അസാധാരണമായ സ്മെല്ലോടുകൂടിയോ അല്ലെങ്കിൽ ചൊറിച്ചിലോടുകൂടിയോ സ്ത്രീകൾ വരുന്നതാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഇതിന് പലവിധ കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് ഹൈജീനാണ്. കാരണം ചില സ്ത്രീകൾ നമ്മുടെ അടുത്ത് വന്ന് പറയാറുണ്ട്, ഡോക്ടറെ ഞാൻ ഭയങ്കരമായിട്ട് ആ ഭാഗം അല്ലെങ്കിൽ നമ്മുടെ വജൈനൽ ഏരിയ ഭയങ്കര ക്ലീനായിട്ട് സൂക്ഷിക്കാറുണ്ട്. എപ്പോഴും ഞാൻ ബാത്റൂമിൽ പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ മൂത്രമൊഴിക്കാൻ പോകുമ്പോഴാണെങ്കിലും ഞാനത് കഴുകാറുണ്ട്. പക്ഷേ എന്നിട്ടും എനിക്ക് വെള്ളപ്പോക്ക് ഭയങ്കരമായി കാണുന്നു. എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളപ്പോക്ക് ഉണ്ടാകുമ്പോൾ, അതായത് അല്ലെങ്കിൽ വൈറ്റ് ഡിസ്ചാർജ് നമ്മുടെ ബോഡിയിൽ നോർമലി ഉണ്ടാകുന്ന സമയത്ത് ചില ബാക്ടീരിയസ് അവിടെ വളരുന്നുണ്ട്, ലാക്ടോബാസിലസ് പോലുള്ള ബാക്ടീരിയകൾ. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ബോഡിയിൽ ആ ഭാഗത്ത് എന്ത് ചെയ്യുക, വജൈനൽ pH ഒരു അസിഡിക് pH അല്ലെങ്കിൽ 4.5 pH ആയിട്ട് നിലനിർത്തുന്നു. പക്ഷേ നമ്മളിപ്പോൾ എപ്പോഴും ബാത്റൂമിൽ പോയി അല്ലെങ്കിൽ നമ്മൾ മൂത്രമൊഴിക്കാൻ പോകുമ്പോൾ അതിങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഭാഗത്തെ ബാക്ടീരിയകളെ ഒരു പരിധി വരെ അത് നശിപ്പിക്കാൻ ഇടയാക്കും. ഇങ്ങനെ വരുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാക്ടീരിയ നോർമലി നമ്മുടെ ശരീരത്തിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തു നിന്നുള്ള ബാക്ടീരിയൽ ഫംഗസ് ഇൻഫെക്ഷൻസിനെയൊക്കെ ഒഴിവാക്കുകയാണ് ചെയ്യാറ്. പക്ഷേ ഇങ്ങനെ കഴുകുന്നതിനൊപ്പം എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ബാക്ടീരിയകളുടെ നശിപ്പിക്കാൻ ഇതിടയാക്കുകയും ഒട്ടുമിക്ക ഇൻഫെക്ഷൻസും ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഈ വെള്ളപ്പൊക്ക അല്ലെങ്കിൽ വൈറ്റ് ഡിസ്ചാർജ് ബോഡിയിൽ അസാധാരണമായി കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ കാരണം വരാം, അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് കാരണം വരാം, അല്ലെങ്കിൽ ചില ഡിസീസ്, നമുക്കിപ്പോൾ ഷുഗറോ അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ വരാം. ചില ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ ഗർഭനിരോധനത്തിനായി ഗുളികകൾ കഴിക്കുമ്പോൾ വരാം, അല്ലെങ്കിൽ കോപ്പർ ടീ പോലുള്ള ഇൻട്രായൂട്രൈൻ ഡിവൈസസിൽ ഇടുമ്പോൾ വരാം. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെയുള്ള വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള സാധ്യത വരുത്താറുണ്ട്.